إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ബഹുമാനരായ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശിഷ്യ മുവാഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാലവർഷവും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്തായിട്ടുള്ള കാരുണ്യത്തിന്റെ മഴത്തുള്ളികൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറെ സന്തോഷദായകവും നയനാനന്ദകരവുമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെല്ലാം പുതിയ ഒരു അധ്യയന വർഷത്തെ സ്വീകരിച്ച് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ പോകാൻ തുടങ്ങിയിരിക്കുന്ന സന്ദർഭത്തിലുമാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, വളരെ ശ്രദ്ധിക്കുന്ന 3 എന്ന് പറയുന്നത്, ഒന്ന് സ്വന്തം ശരീരത്തിന്റെ വിഷയമാണ്. രണ്ടാമത്തേത് സ്വന്തം സമ്പാദിച്ച സമ്പത്തിന്റെ കാര്യത്തിലുള്ള ജാഗ്രതയും ശ്രദ്ധയുമായിരിക്കും. മൂന്നാമത്തേത് തന്റെ കൂടെ ജീവിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ചുള്ള ആശങ്കയും അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുമായിരിക്കും. സ്വന്തം ശരീരത്തിന്റെ വിഷയത്തിൽ ഒരാപത്തും വന്നു ഭവിക്കാതിരിക്കാൻ നിരന്തരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും, ജാഗ്രത പാലിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ശരീരത്തിന് ഒരു അസുഖം വരുന്നത് പോലും ചെറിയ ഒന്നുപോലും നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്.
രണ്ടാമത്തേത് നമ്മുടെ സമ്പാദ്യം ഒരു നിലക്കും അത് നഷ്ടപ്പെടാതിരിക്കാൻ, അത് കൈമോശം വരാതിരിക്കാൻ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും കരുതലുമുള്ളവരായിരിക്കും ഓരോരുത്തരും. മൂന്നാമത് ഏറ്റവും കൂടുതൽ ഇതുപോലെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മക്കളുടെ വിഷയത്തിലായിരിക്കും. അവരുടെ ഓരോ ചുവടുവെപ്പുകളും ഓരോ ഭാവിയെ കുറിച്ചുമുള്ള ആലോചനകൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ഓരോ മാതാപിതാക്കളും. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സന്ദർഭത്തിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അറിവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ആലോചനകളുമാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ അറിവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഭൗതികപരമായിട്ടുള്ള അറിവാണ്, രണ്ടാമത്തേത് ആത്മീയമായിട്ട് പരലോകത്ത് രക്ഷപ്പെടാനും നമ്മളെ രക്ഷപ്പെടുത്തുവാനുമുള്ള അറിവാണ്. ഭൗതികപരമായിട്ടുള്ള അറിവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൃത്യമായിട്ടുള്ള ധാരണയും കാഴ്ചപ്പാടുമുള്ളവരായിരിക്കും. ഇപ്പൊ ഒരു കുട്ടി 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ആ കുട്ടിയോട് ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ആ കുട്ടിക്ക് തന്നെ സ്വയം ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തത് ഏതിന് ചേരണമെന്നതിനെ കുറിച്ച് ആ കുട്ടിക്കും അതേപോലെ മാതാപിതാക്കൾക്കും കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഭൗതിക രംഗം പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും ഇത് കാണാൻ കഴിയും. അതിൻ്റെതായിട്ടുള്ള നവീകരണങ്ങളും അപ്ഡേഷനുകളും ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പൊന്നും ഇല്ലാത്ത വിധം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ ആലോചിക്കും, സ്ഥാപനങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെയൊക്കെ പരസ്യങ്ങൾ ഓരോ പോയിന്റുകളിലും അത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗവൺമെന്റ് സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളും സാശ്രയ സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് അടക്കം പ്രൈവറ്റുകൾ അടക്കം അങ്ങനെ ധാരാളക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ കാലത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുക. പൗരാണിക കാലത്ത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ അവര് സ്കൂളുകൾ പോലും കാണാത്തവരായിരുന്നു. അന്ന് സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരു സംസ്കാരമായി വളരാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരുന്നു. പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്ത് നവീകരിച്ച് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചുരുക്കം ചില ആളുകളുള്ള ഒരു സാഹചര്യം, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അത് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് 4ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു പ്രതീതി ഉണ്ടായി. പിന്നെ അത് കുറെ കാലം കഴിഞ്ഞ് 7ലേക്കും പിന്നെ അത് 10ലേക്കും പിന്നെ അത് പ്രീ ഡിഗ്രിയും ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ +2 ഡിഗ്രിയും അതിന്റെ അപ്പുറത്ത് ഒരുപാട് ഉപരിപഠനങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്ത് സ്കൂളുകൾ പോലും കാണാത്തവരുടെ പൂർവികന്മാരുടെ പേരമക്കളും മക്കളും ഒക്കെ ഇന്ന് കേരളത്തിന്റെ പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. ഒരു പടി കൂടെ മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. എല്ലായിടത്തും ഈ അപ്ഡേഷനുകൾ ഉണ്ടായി. നമ്മൾ ആലോചിക്കും, പഴയ കാലഘട്ടങ്ങളിൽ പൂർവികന്മാരായ ആളുകൾ വനാന്തരങ്ങളിൽ താമസിച്ചവരുണ്ടായിരുന്നു. കാടുകളിൽ, മാളങ്ങളിലും ഗുഹകളിലും ഒക്കെ താമസിച്ചിരുന്ന മനുഷ്യർ അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ കായകളും വേരുകളും ഒക്കെ ഭക്ഷിച്ചാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ആളുകൾ ആദ്യം താമസിച്ചിരുന്നത് ചെറിയ ചെറിയ പുൽമേടകളിലായിരുന്നു. ഈ പുൽമേടകൾ മാറി കുറെ വർഷങ്ങൾ പിന്നിട്ടപ്പോ പിന്നെ അത് വൈക്കോൽ വീടുകളിലേക്ക് വഴിമാറിക്കൊടുത്തു. കാലങ്ങളിലൂടെ അത് ഓല വീടുകളും പിന്നെ അത് ഓട് വീടുകളുമായി മാറി. നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് പുതുതായിട്ടൊരു വീട് സംവിധാനിക്കുന്നവൻ ഒരിക്കലും ഒരു ഓട് വീടിനെ കുറിച്ച് ആലോചിക്കാറില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ജീവിച്ചതും വളർന്നതും അത്തരം വീടുകളിലായിരുന്നു. ഇന്ന് എല്ലായിടത്തും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, കാലം ഓരോ സന്ദർഭം അനുസരിച്ചും അത് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു തലമുറ വരുമ്പോൾ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ പഴഞ്ചനായിട്ട് മാറും. എല്ലായിടത്തും അപ്ഡേഷനുകളും നവീകരണങ്ങളും ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരു മൊബൈൽ വാങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് നമുക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ മൊബൈൽ ഒന്ന് പുതുക്കണം, അപ്ഡേറ്റ് ചെയ്യണം. അതിലേക്ക് പുതിയ പുതിയ ചില സംവിധാനങ്ങളെ നമ്മൾ കൊണ്ടുവരികയാണ്. എല്ലായിടത്തും ഇത് കാണാൻ കഴിയും. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മേഖലകളിലും, വിശിഷ്യ വിദ്യാഭ്യാസ മേഖലകളിലുണ്ട് ഈ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അറിവ് രണ്ടും ഉണ്ടാവണം. ഭൗതികമായ അറിവും ആത്മീയമായിട്ടുള്ള അറിവും ഉണ്ടാവണം. ഒന്നൊന്നിന് പിൻബലവും ശക്തിയും നൽകുന്നതായിരിക്കണം. പഴയ കാലഘട്ടങ്ങളിൽ എഴുതുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. പണ്ട് പേനയും അതുപോലെ തന്നെ പെൻസിലും ഇതുപോലെയുള്ള പേപ്പറുകളും ഒന്നും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് എഴുതിയിരുന്നത് ഈത്തപ്പനയുടെ മട്ടലുകളിലും അതേപോലെ തന്നെ ജീവികളുടെ തോലുകളിലും ഒക്കെ എഴുതി വെച്ചിരുന്നു, കല്ലുകളിൽ എഴുതി വെച്ചിരുന്നു. അതൊക്കെ മാറിയിട്ടൊന്ന് പുതിയ സംവിധാനത്തിലേക്ക് കടന്നു വന്നു. ഇന്നെന്ന് പറയുന്നത് ഡിജിറ്റൽ മേഖലയിലേക്ക് മാറി.
എല്ലാം ഡിജിറ്റലായിട്ട് സംവിധാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ അവതരണം എന്ന് പറയുന്നത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അറിവ് നേടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുർആനിന്റെ ഒന്നാമത്തെ സൂക്തങ്ങൾ നമുക്കറിയാം. ജബലന്നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയ്ക്കുള്ളിൽ ആദ്യമായി മുഴങ്ങിക്കിട്ടത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിന്നെ സൃഷ്ടിച്ചതിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വാഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി തുടങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒരു ഭ്രൂണത്തിൽ നിന്നാണ് നിന്റെ സൃഷ്ടാവ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ളവനാണ്? ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനായിട്ടുള്ള നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ സൂക്തം ഇറങ്ങിയത്, ആദ്യത്തെ വചനങ്ങൾ ഇറങ്ങിയത്. മാത്രമല്ല, ഈ അറിവ് നേടുന്നിടത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ മഹത്വവും പ്രാധാന്യവും നമുക്ക് ഖുർആനിലും ഹദീസിലും ഒക്കെ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, വഖുൽ റബ്ബി സിദ്നി ഇൽമാ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, എന്റെ റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, വിജ്ഞാനം അന്വേഷിക്കുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും മേൽ ഫറലായ സംഗതിയാണ്. അറിവ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഫറലാണ്. പഴയ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കൂ, പണ്ടുള്ള ആളുകളൊക്കെ അറിവ് കിട്ടാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ അന്ന് നടന്നും സഞ്ചരിച്ചുമൊക്കെയാണ് ഒരു അറിവ് അവർ സമ്പാദിച്ചിരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ അറിവ് കരസ്ഥമാക്കുന്നിടത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ, നമ്മുടെ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടർ, അതിലൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കാൻ കഴിയും. മതപരമായ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. അറിവിന് വലിയ പ്രാധാന്യം കൊടുത്ത മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ആലോചിക്കൂ, ബദർ യുദ്ധം കഴിഞ്ഞ് ഹിജറ 2ാമത്തെ കൊല്ലമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഈ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. മുസ്ലിങ്ങൾ വിജയിച്ചപ്പോൾ ശത്രുഭാഗത്ത് നിന്ന് കുറെ ആളുകളെ ബന്ധനസ്ഥരാക്കി. അന്ന് അറബികളുടെ കാലഘട്ടത്തിലെ ഒരു രീതി എന്ന് പറയുന്നത്, ആരാണോ ജയിക്കുന്നത്, ഈ ജയിക്കുന്നവർ പരാജയപ്പെട്ടവരിൽ നിന്ന് ചിലരെയൊക്കെ പിടിച്ചു വെക്കും. അങ്ങനെ ബന്ധനസ്ഥരാക്കപ്പെട്ട ഈ ശത്രുഭാഗത്തുള്ള ആളുകൾ, ഖുറൈശികളിൽപ്പെട്ട ആളുകൾ, ഇവരെ എന്ത് ചെയ്യണം? സാധാരണ അവരുടെ രീതി എന്ന് പറയുന്നത് അവരിൽ നിന്ന് സ്വർണ്ണ നാണയമൊക്കെ മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1000 ദിർഹം മുതൽ 4000 ദിർഹം വരെ അവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് ആ തടവിലാക്കിയവരെ മോചിപ്പിക്കാം. അതൊന്നും കൊടുക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ അതിലുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് കയ്യിൽ ഒന്നും ഇല്ലാത്തവരുണ്ടായിരുന്നു. അവർക്ക് അതിൽ നിന്ന് മോചിതരാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്? എഴുത്തും വായനയും അറിയുമെങ്കിൽ മദീനയിലുള്ള അൻസാരികളിൽപ്പെട്ട ഓരോരുത്തരുടെയും കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക്, ഒരാളുടെ 10 കുട്ടിക്ക് വീതം ഈ എഴുത്തും വായനയെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് മോചനം നേടിയെടുത്ത് അവർക്ക് തിരിച്ചു പോകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എത്രമാത്രം അറിവ് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നോ, അനുവദനീയമായ അറിവ് എവിടുന്നും സമ്പാദിക്കുവാനുള്ള പ്രോത്സാഹനമാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നീണ്ട ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറഖിൽ ജന്ന. ഒരാൾ ഒരു നല്ല അറിവ് അന്വേഷിച്ച് അത് തേടി പുറപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും. സ്വർഗ്ഗത്തിലേക്കുള്ള കവാടങ്ങൾ അദ്ദേഹത്തിന് അല്ലാഹു തുറന്നു കൊടുക്കും. പിന്നെ പറഞ്ഞത് വഇന്നൽ മലായികത ലതലഉ അജ്നിഹതിഹാ റിലാലി ത്വാലിബിൽ ഇൽമ്. ഒരാള് നല്ല അറിവ് അന്വേഷിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുവാനുള്ള അറിവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മലക്കുകളുടെ ചിറകുകൾ കൊണ്ട് അവർക്ക് തണലിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇന്നൽ ആലിം ലയസ്തഗ്ഫിറു ലഹു ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആളുകൾ ഒരു പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മീയമായിട്ടുള്ള അറിവ് നേടിയവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകളടക്കം പ്രാർത്ഥിക്കും. ആകാശഭൂമികളിലുള്ളവർ പ്രാർത്ഥിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുന്നു, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ.
പാണ്ഡിത്യം നേടിയ അറിവ് സമ്പാദിച്ച പണ്ഡിതന്മാർ അവര് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഈ പ്രവാചകന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അവര് ദീനാറും ദിർഹമും ഒന്നും സമ്പാദിച്ചവരായിരുന്നില്ല. അവര് സമ്പാദിച്ചത് ഇൽമായിരുന്നു. പ്രവാചകന്മാർക്ക് വഹിയിലൂടെ അള്ളാഹു കൊടുത്ത അറിവ്, ആ അറിവ് കൊണ്ട് അവർ വലിയ ഉയരങ്ങളിലേക്ക്, ദറജകളിലേക്ക് എത്തിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. അള്ളാഹു ഇത്തരം ആളുകൾക്ക് കൂടുതൽ പദവി കൊടുക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ അല്ലാഹു പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്നും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, നിങ്ങളിൽ നിന്നും അറിവ് കിട്ടിയിട്ടുള്ള ആളുകൾ, അവർക്ക് വലിയ ദറജ ഉണ്ടാകുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഊലുൽ അൽബാബ്. നബിയെ പറഞ്ഞു കൊടുക്കണം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ഒരിക്കലും അവർ സമന്മാരാവുകയില്ല. ഇന്നമാ യതദക്കറു ഊലുൽ അൽബാബ്. ബുദ്ധിമാന്മാരാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, ബുദ്ധിയുള്ളവരെ ആലോചിക്കും. അപ്പൊ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല എന്ന് ഖുർആൻ പറയാണ്. ഇത് ഭൗതിക രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും, ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഈ തുല്യത നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ ഭൗതിക രംഗം നമ്മൾ പരിശോധിച്ച് നോക്കും, വലിയ ഒരു ഓഫീസിൽ, വലിയ ഒരു വിദേശത്തുള്ള ഒരു ഓഫീസിൽ ഏറ്റവും ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ചെയറുണ്ട്, അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു ഇരിപ്പിടമുണ്ട്. ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ കമ്പനിയിലുള്ള മുഴുവൻ ആളുകളെയും നിയന്ത്രിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രേഡുള്ള വ്യക്തിയാണ്. ഒരുപാട് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് പദവികളുണ്ട്. അദ്ദേഹം ഒരു പക്ഷെ വാങ്ങുന്നത് വലിയ സാലറി ആയിരിക്കും, 15-20 ഒക്കെ ലക്ഷം ഒരു മാസം വാങ്ങുന്നുണ്ടായിരിക്കാം. എന്നാൽ അതേ കമ്പനിയിൽ തന്നെ ഏറ്റവും താഴേക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു സ്വീപ്പർ അല്ലെങ്കിൽ ഒരു അറ്റൻഡർ, അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് കിട്ടുന്നത് എന്താണ്? ചെറിയ സാലറി ആയിരിക്കും, അതിനേക്കാൾ എത്രയോ ചെറുതായിരിക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. ഭൗതിക ലോകത്ത് നമുക്കത് വായിക്കാൻ കഴിയും. എന്നാൽ പരലോകത്തും ഇതേപോലെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. പരലോകത്തെത്തുമ്പോഴും ആത്മീയമായിട്ട് ജ്ഞാനം നേടാത്ത ആളുകൾ, ഉദാഹരണത്തിന് ഖുർആനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, ഈ ഖുർആനുമായിട്ട് ഒന്നും പഠിക്കാത്ത ആളുകൾ പരലോകത്ത് വരുമ്പോ അവർ എത്രയോ പിന്നിലായിരിക്കും. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, അവർ ഉന്നത ശ്രേണികളിൽ വിഹരിച്ചിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. എങ്കിൽ ആത്മീയ രംഗത്ത് അവർക്കൊരു വിവരവും ഇല്ലെങ്കിൽ അവർ തമ്മിൽ തുല്യരാവില്ല എന്നുള്ളത് ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ഭൗതികമായിട്ട് പരമാവധി എന്തൊക്കെ പഠിപ്പിക്കാൻ കഴിയുമോ, ഭൗതിക രംഗത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമോ അതൊക്കെ നേടിയെടുക്കുന്നിടത്ത് ഈ ഉമ്മത്ത് ഒരുപാട് പരിശ്രമിക്കണം. മുമ്പൊന്നുമില്ലാത്തതിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ ഉമ്മത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, പഴയ കാലത്ത് മുസ്ലിം ഡോക്ടർമാർ കുറവായിരുന്നു, പഴയ കാലത്ത് മുസ്ലിം IAS IPS കുറവായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി വന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇന്ന് വിമാനം പറക്കുന്ന പൈലറ്റുകളിൽ വരെ മുസ്ലിം ഉമ്മത്തുണ്ട്. അതിൽ പെൺകുട്ടികളെ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കഴിയും. ഞാൻ പറയുന്നത്, ഭൗതിക രംഗത്ത് നമുക്ക് നേടിയെടുക്കാവുന്നതൊക്കെ നേടിയെടുക്കാം. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അറിവ് എന്ന് പറയുന്നത് ഭൗതികത്തിൽ ഈ ദുനിയാവിൽ മാത്രം നിലനിൽക്കുന്നതാണ്, ഈ ദുനിയാവിൽ മാത്രം നിലനിൽക്കുന്നതാണ്. അതിന്റെ അപ്പുറത്ത് പരലോകത്ത് നിലനിൽക്കുന്ന ആത്മീയ അറിവും കൂടി നൽകുന്നതിൽ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്ക്, ഒരു കുടുംബ നായിക എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആലോചിക്കും, ഇപ്പോ നമ്മുടെ സ്കൂളുകളിൽ, പാഠശാലകളിൽ ഭൗതികമായിട്ട് പഠിപ്പിക്കും. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ മക്കളെ അവിടുത്തെ അധ്യാപകര് പഠിപ്പിക്കും. എന്നാൽ അതിന്റെ അപ്പുറത്ത് അതിന്റെ ഒരു ആത്മീയമായ ഒരു വശമുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹിക്കുന്നവന് കൊടുത്താൽ അതിന് പരലോകത്ത് വലിയ പുണ്യമുണ്ട് എന്നൊരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ ആത്മീയമായിട്ടുള്ള അറിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഒരു സഹീഹായ ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്ന് ഉഷ്ണവും ക്ഷീണവും ചൂടുമൊക്കെ ഏറ്റ് അദ്ദേഹം വല്ലാതെ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി പരതി അന്വേഷിച്ച് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഇനി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ അസ്തമിക്കുമോ, ഭീഷണിയാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അവസാനം അദ്ദേഹം ആ മരുഭൂമിയിൽ ഒരു കിണർ കണ്ടെത്തി. ആ കിണർ കണ്ടെത്തി അതിലേക്ക് എത്തി നോക്കിയപ്പോ അതിന്റെ താഴെ വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളം എടുക്കാനുള്ള ബക്കറ്റോ കയറോ ഒന്നും അത് അവിടെ ഇല്ല. ഈ മനുഷ്യന് വെള്ളം കുടിക്കൽ നിർബന്ധമാണ്. ഈ മനുഷ്യൻ വളരെ സാഹസികമായിട്ട് കിണറ്റിന്റെ ഓരോ പടികളും ചവിട്ടി ചവിട്ടി താഴെ ഇറങ്ങി.
ചായ ഇറങ്ങി താഴെ നിന്നും അദ്ദേഹം ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം കുടിച്ച് അദ്ദേഹം സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ സ്തുതിച്ച് അദ്ദേഹം ഈ കിണറിന്റെ കരക്ക് കയറിയപ്പോ അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഒരു നായ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ആ നായ മണ്ണിൽ ഇങ്ങനെ നാവ് അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യന്റെ മനസ്സിൽ അലിവുണ്ടായി. ഈ മനുഷ്യൻ ആലോചിച്ചു, കുറച്ചു മുമ്പ് ഞാനും ഇതേ അവസ്ഥയിലായിരുന്നു. ഇദ്ദേഹം വീണ്ടും ആ കിണറ്റിലേക്ക് ഇറങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, സാഹസികമായിട്ട് ഇറങ്ങി അദ്ദേഹം ധരിച്ചിരുന്ന ഷൂരി അതിൽ വെള്ളം നിറച്ച് പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് വളരെ പ്രയാസപ്പെട്ട് കരക്ക് കയറി ആ നായക്കിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. ആ നായ അത് കുടിക്കുകയും നന്ദി സൂചകമായിട്ട് വാലാട്ടിക്കൊണ്ട് ആ നായ തിരിച്ചു പോവുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മനുഷ്യൻ അല്ലാഹു ഇതിന് പകരമായിട്ട് സ്വർഗം കൊടുത്തു പോലും. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഇവിടെ അറിവിന്റെ അപ്പുറത്തൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. അറിവിന്റെ അപ്പുറത്ത് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ലഭിക്കേണ്ടത്. ഇപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ജോലി കൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയും. ഒരുപാട് ആളുകളിൽ നിന്ന് ഫീസ് വാങ്ങാതെ പലരെയും സഹായിക്കാൻ കഴിയും. പാവപ്പെട്ടവരെ അവർക്ക് അത്താണിയായിട്ട് മാറാൻ ഒരാൾക്ക് സാധിക്കും. അതേ അവസരത്തിൽ ഈ വലിയ വലിയ ഉദ്യോഗം കിട്ടിയവർ കൈക്കൂലി വാങ്ങുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. കൈക്കൂലി കേസിൽ പിടിക്കുന്നവരെ കാണാൻ കഴിയും. വലിയ ശമ്പളവും സാലറിയും ഉണ്ടായിട്ടും പിന്നെയും അവർ കുറുക്ക് വഴിയിലൂടെ സമ്പാദിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടെയാണ് അറിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നത്. നമ്മൾ ഈ അറിവ് നേടി ആ അറിവിലൂടെ നമുക്ക് കിട്ടേണ്ടത് ഈ ഉപകാരപ്രദമായ ഒന്നായിരിക്കണം. അപ്പൊ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസവും അറിവും ഒക്കെ അന്വേഷിച്ച് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞയക്കുമ്പോഴും അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് ആത്മീയമായിട്ട് നാളെ പരലോകത്ത് അവർ വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അവർക്കത് കിട്ടണം, ആ ഒരു തിരിച്ചറിവ് കിട്ടണം. നമ്മൾ ആലോചിക്കും, അമേരിക്കയിലെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ കുട്ടികളോട് പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ അവർ ചോദിച്ചൊരു ചോദ്യം, മക്കളെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? ഈ കുട്ടികളൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ചിലർ പറയും എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എനിക്ക് കലക്ടർ ആവണം എന്നൊക്കെയായിരിക്കും കുട്ടികളുടെ മറുപടി. പല കുട്ടികളും പലതും പറഞ്ഞ കൂട്ടത്തിൽ അതിലൊരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞത് എനിക്ക് സഹാബയാവണം, എനിക്ക് സ്വഹാബയാവണം. അപ്പൊ ഈ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ഈ ടീച്ചർക്ക് എന്താണ് സ്വഹാബ എന്ന് മനസ്സിലായില്ല. അവരിങ്ങനെ പിന്നീട് ഏതോ അന്വേഷിച്ച് ഒരു മുസ്ലിമിൽ നിന്ന് അതിന്റെ ഉത്തരം കിട്ടി. സ്വഹാബ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികളുടെ ഭാര്യമാർ, അഥവാ അവിടെ മുസ്ലിങ്ങളായിട്ട് നബിയുടെ കാലത്ത് നബിയെ കണ്ട് ജീവിച്ചവർ, ഇവരാണ് സഹാബകൾ. അങ്ങനെ ഈ സഹാബകളെ കുറിച്ച് അവർ പഠിക്കാൻ തുടങ്ങി, പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവസാനം ഏതാനും മാസങ്ങൾ പിന്നിടുമ്പത്തേന് ഈ നസാറയായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള ടീച്ചർ ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ട് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അവർ പഠിക്കുവാനുള്ള ഒരു വഴിയൊരുക്കി കൊടുത്തത്, ഒരറിവ് നൽകിയത് ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ നമുക്ക് അറിവിനപ്പുറത്ത് തിരിച്ചറിവുണ്ടായിരിക്കണം. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനം, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസത്തിൻ. ഒരാൾ ആദമിന്റെ സന്തതി മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും, എല്ലാം വിച്ഛേദിക്കപ്പെടും, എല്ലാം അതോടുകൂടി സ്റ്റോപ്പായി പോകും. ആ 3 നിലനിൽക്കും. ആ 3 ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായിട്ടുള്ള അറിവ്. നമ്മളൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, നല്ലൊരു ജ്ഞാനം പറഞ്ഞു കൊടുത്തു. ആ ജ്ഞാനം അത് നിലനിൽക്കുന്ന കാലമത്രയും ഒരാൾ പറഞ്ഞു, താങ്കൾ ഇന്നു മുതൽ ഖുർആൻ ഒന്ന് പാരായണം ചെയ്താൽ അത് വളരെ പുണ്യമാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അത് കേട്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. അങ്ങനെ ഓതി അദ്ദേഹം അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ പറഞ്ഞു കൊടുത്ത മനുഷ്യൻ മരണപ്പെട്ടാലും അദ്ദേഹം അത് ഓതുന്ന കാലത്തോളം, ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? ആ കേട്ടവൻ ഇത് ഓതുന്ന കാലത്തോളം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പുണ്യം വന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അറിവ് നേടുന്നിടത്ത് ഭൗതികത്തോടൊപ്പം തന്നെ ആത്മീയവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രദ്ധയും കാവലുമായിരിക്കണം വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ രൂപത്തിൽ പരിശ്രമിക്കുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടേക്ക് അറിവ് ഏറ്റവും ഉപകാരപ്രദമായിട്ട് മാറും. ആ ഒരു രൂപത്തിലേക്കുള്ള അന്വേഷണമാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന തിരിച്ചറിവ് എന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടേക്ക് അറിവിന്റെ മഹത്വവും അതിന്റെ ഫളലും അതിന്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ആ രൂപത്തിൽ ചിന്തിച്ച് ആലോചിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന മുത്തക്കികളിൽ
വിശിഷ്യ മുവഹ്ഹിദുകളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബിയനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അറിവ് സമ്പാദിക്കുന്നിടത്തും നേടിയെടുക്കുന്നിടത്തും ആത്മീയമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മദ്രസ പാഠ്യ പദ്ധതികളിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഉമ്മത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംവിധാനമാണ് മദ്രസ പഠനം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ ഓരോ രക്ഷിതാക്കൾക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ ഡോക്ടർമാരാക്കി, എഞ്ചിനീയർമാരാക്കി, അല്ലെങ്കിൽ വലിയ കലക്ടർമാരായി. പക്ഷെ ഇതൊക്കെ നമുക്ക് അഭിമാനമായിരിക്കും. പക്ഷെ അഭിമാനമാകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മരണപ്പെട്ടാൽ അവസാനമായിട്ട് നമ്മളെ യാത്രയാക്കാൻ വേണ്ടി പള്ളിയുടെ മെഹ്റാബിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി കിടത്തി ആ സമയത്ത് ആ പിതാവിന് വേണ്ടി നമസ്കരിക്കാൻ ഇമാം നിൽക്കാൻ കഴിയാത്തൊരു മകനാണ് ഉള്ളത് എങ്കിൽ നമ്മൾ ആലോചിക്കുക, അതാണ് ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ഭാഗത്ത് വലിയൊരു നാട്ടിലെ പൗരപ്രമുഖൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഈ നമസ്കാരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കുന്നത് ഡോക്ടറായിട്ടുള്ള മകനാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോ ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമായി, അവർക്കിടയിൽ വസ്വാസുകൾ ഉണ്ടായി. എന്താണ് ചർച്ചാ വിഷയമായത്? ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ഈ നമസ്കാരം ഒന്നുകൂടി രണ്ടാമത് നമസ്കരിക്കേണ്ടി വരുമോ? കാര്യം മറ്റൊന്നുമായിരുന്നില്ല. ഈ ഡോക്ടറായിട്ടുള്ള മകൻ, നമുക്കറിയാം, ജനാസ നമസ്കാരത്തിൽ 4 തക്ബീറുകളുണ്ട്. ഒന്നാമത്തെ തക്ബീറിൽ സൂറത്തുൽ ഫാത്തിഹയും, രണ്ടാമത്തെ തക്ബീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തും, മൂന്നാമത്തെ തക്ബീറിലാണ് ഈ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു നീണ്ട പ്രാർത്ഥന നിർവഹിക്കുന്നത്. 4ാമത്തെ തക്ബീറിൽ ചെറിയൊരു ദുആയും. ഈ നമസ്കാരത്തിൽ ഈ മകൻ ഒന്നാമത്തെ തക്ബീറിൽ എല്ലാവർക്കും ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടി. രണ്ടാമത്തെ തക്ബീറിൽ എല്ലാവർക്കും സ്വലാത്ത് ചൊല്ലാനുള്ള സമയം കിട്ടി. 3ഉം 4ഉം തക്ബീറുകൾ സെക്കൻഡുകൾ കൊണ്ട് അവസാനിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സലാം കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ 3ലും 4ലും ഈ ഇമാം എന്ന മകൻ ഒന്നും ചൊല്ലിയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്കൊക്കെ ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ എല്ലാ നിലക്കും അവർക്ക് വേണ്ടതിനൊക്കെ വേണ്ടി പരിശ്രമിക്കും. സാമ്പത്തികമായിട്ട്, സമയം എല്ലാം നമ്മൾ ചെലവഴിക്കും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്റെ മരണശേഷം എനിക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ മകൻ, എന്റെ മകൾ ആവുന്നുണ്ടോ? അതിന് വേണ്ട ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയമായിട്ടുള്ള അറിവ് കൊടുക്കല്, ആത്മീയമായിട്ടുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കല്. അത് കൊടുക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മദ്രസയും അതുമായിട്ടുള്ള പഠനമൊക്കെയാണ്. നമ്മൾ ഈ അധ്യയന വർഷം തുടങ്ങിയ സന്ദർഭമായതുകൊണ്ട് ഇത്തരത്തിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അതിലും നമ്മൾ അവരെ കൂട്ടിപ്പിടിക്കുമ്പോഴാണ് ഉപകാരപ്രദമായിട്ട് ഈ അറിവും വിജ്ഞാനവും ഒക്കെ ആയി മാറുക. ആ രൂപത്തിലേക്ക് ചിന്തിച്ച് ആലോചിച്ച് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി മാറുന്നിടത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നിരന്തരമായിട്ട് നമ്മൾ നടത്തുക, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അള്ളാഹു അത്തരത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. വിശാലമായ സ്വർഗത്തിൽ ഈ ഒരുമിച്ചിരുത്തിയതുപോലെ അള്ളാഹു നമ്മ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ രോഗികളായിട്ടുള്ളവരുണ്ട്, കിടപ്പ് രോഗികളായിട്ട് പല ആളുകളുമുണ്ട്, പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ശിഫയും പൂർണ്ണ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, നമ്മുടെ നാട്ടുകാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സുഹൃത്ത് യൂനുസ് മൗലവിയുടെ നരിക്കുനിയുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് സഹീൽ
49 വയസ്സ് കഴിഞ്ഞ ശനിയാഴ്ച ഹൃദയാഘാതം വന്നുകൊണ്ട്, അറ്റാക്ക് വന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. നമ്മോട് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ISMന്റെ സജീവമായിട്ടുള്ള ഈലാഫിന്റെ പ്രവർത്തകൻ, ചുറകുള്ള ചെറുപ്പക്കാരൻ, എടവണ്ണയിലെ നമ്മുടെ ഷാഹിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ വെള്ളത്തിൽ മുങ്ങുകയും അദ്ദേഹം ആ മുങ്ങലിൽ മരണപ്പെടുകയും ചെയ്തു. ഇന്ന് 2 മണിക്കാണ് എടവണ്ണ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നടക്കുന്നത്. എല്ലാ നിലക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സജീവമായിട്ടുണ്ടായിരുന്നു. 2-3 ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന നമ്മുടെ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹം വളണ്ടിയറായിട്ട് ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഈ മാർഗത്തിൽ ദഅവാരംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ട് ഇന്നലെയാണ് മരണപ്പെട്ടത്. അള്ളാഹു ഈ ചെറുപ്പക്കാരന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ വിടവും വിയോഗവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹിക്കാനും താങ്ങാനുമുള്ള ശക്തി അള്ളാഹു നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ കുന്തമംഗലത്തുള്ള നമ്മുടെ ഒരു പ്രവർത്തകന്റെ മകൻ, അദ്ദേഹം 8 വയസ്സുകാരനാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് അദ്ദേഹത്തിന്റെ കരൾ നഷ്ടപ്പെടുകയും അങ്ങനെ കരൾ മാറ്റിവെച്ച് 2-3 ദിവസമായിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത് ഇസ്തിഖാർ മൗലവിയാണ് ഈ കുട്ടിക്ക് വേണ്ടി കരൾ പകത്ത് കൊടുത്തിട്ടുള്ളത്. വെന്റിലേറ്ററിൽ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോഴും. അപ്പൊ നമ്മുടെ എല്ലാ ഹത്യന്മാരോടും ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 8 വയസ്സുകാരനായ ഈ കുട്ടിയെ അള്ളാഹു പൂർണ്ണാരോഗ്യം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു